إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله صلى الله عليه وسلم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الكلام كلام الله وخير الهدى هدى محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أيها الإخوان والأخوات മുഅ്മിനീകൾ എന്ന് പറഞ്ഞാൽ ലോകത്തുള്ള എല്ലാ മുഅ്മിനുകളും അവരെല്ലാവരും നമ്മുടെ സഹോദരന്മാരാണ്. മുഅ്മിനുകളെ സംബന്ധിച്ചിടത്തോളം പരസ്പരം നല്ല ഇണക്കവും സ്നേഹവും പൊരുത്തവും ഒക്കെ ഉള്ള ആളുകളാണ് മുഅ്മിനീങ്ങൾ. ഒരിക്കലും അവർക്കിടയിൽ ഒരു ശത്രുതയോ വെറുപ്പോ ഉണ്ടാവുകയില്ല. അതാണ് യഥാർത്ഥ ഒരു മുഅ്മിനെ സംബന്ധിച്ചുള്ളത്. എന്നാൽ ദുർബലന്മാരായ നമ്മെ സംബന്ധിച്ചിടത്തോളം ചില സന്ദർഭങ്ങളിൽ നമ്മുടെ സഹോദരന്മാരോട് നമുക്ക് ചിലപ്പോ വെറുപ്പും വിദ്വേഷവും ഒക്കെ ഉണ്ടാവാറുണ്ട്. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? തന്റെ സഹോദരനായ ഒരു മുഅ്മിനോട് ദേഷ്യവും വെറുപ്പും കണ്ടാൽ മിണ്ടാത്ത അവസ്ഥയും ഇങ്ങനെയുള്ള അവസ്ഥകളൊക്കെ ഉണ്ടായിത്തീരാനുള്ള കാരണം എന്താണ്? അത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. എന്തുകൊണ്ടാണ് അങ്ങനെയുള്ള പരസ്പര വിദ്വേഷങ്ങളും ശത്രുതയും ഉണ്ടായിത്തീരുന്നത്? അതിന്റെ കാരണങ്ങളും അങ്ങനെ നമുക്കിടയിൽ ഇല്ലാതിരിക്കാനുള്ള സലഫുകൾ പഠിപ്പിച്ചു തന്ന മാർഗങ്ങളും എന്താണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. സലഫുകളായ പണ്ഡിതന്മാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്ന ഖുർആനിലൂടെയും ഹദീസിലൂടെയും അവർ മനസ്സിലാക്കിയ ചില കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. എന്തുകൊണ്ടാണ് നമുക്കിടയിൽ ശത്രുത? തന്റെ സഹോദരനോട് തന്നെ, തന്റെ മുഅ്മിനായ സുഹൃത്തിനോട് തന്നെ വെറുപ്പ്, അസൂയ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവാനുള്ള കാരണം എന്താണ്? ധാരാളം കാരണങ്ങൾ സലഫുകൾ പഠിപ്പിച്ചിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ചില കാരണങ്ങൾ അത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മുടെ ഏറ്റവും മുഖ്യമായ ശത്രു ശൈത്താൻ, അവൻ നമ്മെ തമ്മിത്തല്ലിക്കാനും പരസ്പരം ശത്രുത ഉണ്ടാക്കാനും അങ്ങനെ പിണക്കമുണ്ടാവാനും ഏറെ ഇഷ്ടപ്പെടുന്ന ഒരു ശത്രുവാണ് ശൈത്താൻ, ഇബ്ലീസ് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ പണ്ഡിതന്മാർ പറഞ്ഞു, ഒന്നാമത്തെ കാരണം നമുക്കിടയിൽ ഉണ്ടാവുന്ന, അഥവാ മുഅ്മിനുകൾക്ക്, അള്ളാഹുവെ ഇഷ്ടപ്പെട്ട് ജീവിക്കുന്ന മുഅ്മിനുകൾക്കിടയിൽ തന്നെ ദേഷ്യവും വെറുപ്പും വൈരാഗ്യമൊക്കെ ഉണ്ടാവാനുള്ള കാരണം പണ്ഡിതന്മാർ പഠിപ്പിച്ചു. ഒന്ന്, തഹരീഷു ശൈത്താനി ബൈനന്നാസ്. ശൈത്താന്റെ പണി ആളുകളെ പരസ്പരം ഇളക്കി വിടുക എന്നുള്ള ഒരു പരിപാടി ശൈത്താനുണ്ട്. അതെന്തിനു വേണ്ടിയാ? ആ അള്ളാഹുവെ ഇഷ്ടപ്പെട്ട് ജീവിക്കുന്ന മുഅ്മിനുകൾക്കിടയിൽ പരസ്പരം ശത്രുത ഉണ്ടാവാൻ വേണ്ടി
ആളുകളെ പരസ്പരം ഇളക്കിവിടുന്ന, ശത്രുക്ക് വേണ്ടി ഇളക്കിവിടുന്ന ഒരു അവസ്ഥ അത് ശൈത്താൻ ചെയ്യിപ്പിക്കാറുണ്ട്. ഇമാം മുസ്ലിം ഉദ്ധരിച്ച ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് കാണാം, ഇന്ന ശൈത്താന ഖദ് ഐസ അയഅബുദഹുൽ മുസല്ലൂൻ ഫീ ജസീറത്തുൽ അറബ്. ജസീറത്തുൽ അറബിൽ നമസ്കരിക്കുന്നവർ അഥവാ മുഅ്മിനീങ്ങൾ, അവർ ഈ ശൈത്താനിനെ ഇബാദത്ത് ചെയ്യുകയില്ലല്ലോ എന്ന വിഷയത്തിൽ ശൈത്താൻ വളരെ നിരാശനാണ്. ജസീറത്തുൽ അറബിലുള്ള മുഅ്മിനുകളായ ആളുകൾ ഈ ശൈത്താനിനെ ഇബാദത്ത് ചെയ്യുകയില്ലല്ലോ അഥവാ ശിർക്ക് ചെയ്യുകയില്ലല്ലോ എന്ന കാര്യത്തിൽ ശൈത്താൻ അതിയായ നിരാശയുള്ളവനാണ്. ഇവിടെ ഈ ഹദീസിൽ ഒരു സൂചനയുണ്ട്. എന്താ? അവരിൽ ഒരിക്കലും ഒരു ശിർക്ക് കടന്നു വരില്ലേ എന്നൊരു തോന്നൽ ഉണ്ടായേക്കാം. മറ്റൊരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയും ചെയ്തിട്ടുണ്ട്, എന്താ? എന്റെ ഉമ്മത്തിൽ ശിർക്ക് കടന്നു വരും. അപ്പൊ ഈ രണ്ട് ഹദീസിനെയും കൂട്ടി പണ്ഡിതന്മാർ അതിന്റെ യഥാർത്ഥ നിലക്കുള്ള ജവാബുകൾ, മറുപടികൾ അവർ പറഞ്ഞിട്ടുണ്ട്. എല്ലാവും ഹക്കിനോടടുത്തതാണ്. അഥവാ ഈ പറഞ്ഞതിന്റെ ഉദ്ദേശം ജസീറത്തുൽ അറബിൽ മുഴുവൻ ആളുകളും, എല്ലാ ആളുകളും ശിർക്ക് ചെയ്യുന്ന ഒരവസ്ഥ ഉണ്ടാവുകയില്ല. അങ്ങനെ പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. ഇതിന്റെ ഉദ്ദേശം ജസീറത്തുൽ അറബിലുള്ള എല്ലാ ആളുകളും അവർ ശിർക്കിന്റെയും കുഫ്രിന്റെയും ആളുകളായി തീരുന്ന അവസ്ഥ ഉണ്ടാവുകയില്ല. അങ്ങനെ പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. അതല്ലെങ്കിൽ മറ്റു ചില പണ്ഡിതന്മാർ പറഞ്ഞു, ഈ തോന്നൽ ഇത് ഇബ്ലീസ്, ഇവിടെ ശൈത്താൻ എന്ന് പറഞ്ഞ ശൈത്താന്മാരുടെ നേതാവായ ഇബ്ലീസാണ്. ആ ഇബ്ലീസിന്റെ മനസ്സിലുണ്ടായ ചില തോന്നലുകളാണ്. ഏത് സമയത്താ? മുസ്ലിമുകൾ വിജയം കൈവരിക്കുകയും ധാരാളക്കണക്കിന് ആളുകൾ ഇസ്ലാമിലേക്ക് കൂട്ടം കൂട്ടമായി പ്രവേശിച്ചപ്പോ അവന്റെ മനസ്സിലുണ്ടായ ഒരു തോന്നലാണെന്ത്? ഇനി എന്നെ ആരാധിക്കുന്നവർ ഈ ജസീറത്തുൽ അറബിൽ ഉണ്ടാവുകയില്ലല്ലോ എന്നൊരു തോന്നൽ. അങ്ങനെ പറഞ്ഞവരുമുണ്ട്. മറ്റു ചില പണ്ഡിതന്മാർ പറഞ്ഞു, പൂർണ്ണമായി ഈമാനുള്ള ഒരാൾ അവൻ ഒരിക്കലും ശൈത്താനെ പൂജിക്കുന്ന അവസ്ഥയിലേക്ക് മാറുകയില്ല. മറ്റു ചില പണ്ഡിതന്മാർ പറഞ്ഞു, അൽ മുസല്ലൂൻ എന്ന് ഈ ഹദീസിൽ പറഞ്ഞാൽ അത് അറബി അറിയുന്ന ആളുകൾക്ക് മനസ്സിലാകും. ഇവിടെയുള്ള അൽ മുസല്ലൂൻ എന്ന് പറഞ്ഞ അൽ അഹദിന്റെ അല്ലെന്ന് പറയും, അറിയപ്പെട്ടിട്ടുള്ള ഒന്നിനെ കുറിച്ച് സൂചിപ്പിക്കുകയാണ്. അവിടെ അൽ മുസല്ലൂൻ എന്ന് പറഞ്ഞാൽ അത് സ്വഹാബാക്കളാണ്. അവർ ശൈത്താനെ പൂജിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുകയില്ല. ഇങ്ങനെയൊക്കെ പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. ഈ 4 മറുപടികളും ഹക്കിനോട് യോജിച്ചതാണ്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അപ്പൊ അവൻ നിരാശനാണല്ലോ, ഇവനെ പൂജിക്കാൻ ആളെ കിട്ടുകയില്ല. അപ്പൊ നിരാശനാകുന്ന സന്ദർഭത്തിൽ വലാകിൻ ഫിത് തഹ്രീശ് ബൈനഹും, അപ്പൊ പിന്നെ അവന്റെ അടുത്ത പണി എന്താ? ഈ ആളുകളെ പരസ്പരം ശത്രുതയ്ക്ക് വേണ്ടി ഇളക്കി വിടുക. ശത്രുതയുണ്ടാക്കാൻ വേണ്ടി പരസ്പരം അവരിൽ ഇളക്കി വിടും, ആളുകളെ പരസ്പരം ഇളക്കി വിടും. ഇമാം അൻ-നവവി റഹ്മഹുല്ലാ ഇതിന്റെ വിശദീകരണത്തിൽ പറഞ്ഞത് കാണാം, വൽ മഅനാ അന്നഹു യുഗയ്യിറുൽ ഖുലൂബ്, ആളുകളുടെ ഹൃദയങ്ങളിലേക്ക് അവൻ ചില മാറ്റങ്ങൾ ഇട്ടുകൊടുക്കും. അങ്ങനെ ഫയുദ്ഖിലു ഫീഹൽ ബഗ്ദാഅ വത്തഖാതു, പരസ്പരം ബന്ധങ്ങൾ വിച്ഛേദിക്കുന്ന അവസ്ഥയും വെറുപ്പും ആ ഹൃദയങ്ങളിലേക്ക് അവൻ ഇട്ടുകൊടുക്കും. വയസ്ആ ഫിത് തഹ്രീശി ബൈനൻ നാസി ബിൽ ഖുസൂമാതി വശഹ്നാ, അങ്ങനെ ആളുകൾ പരസ്പരം ദേഷ്യമുള്ളവരായി, തർക്കിക്കുന്നവരായി, വൽ ഹുറൂബ്, യുദ്ധം ചെയ്യുന്നവരായി, വൽ ഫിതൻ, ഫിത്നകളാലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മുസ്ലിമുകൾ, മുഅ്മിനുകൾ തർക്കിക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്താൻ വേണ്ടി അവൻ ശ്രമിക്കും. അത് ശൈത്താന്റെ വലിയൊരു ജോലിയാണ്. ഇതാണ് ഒന്നാമത്തെ കാരണം എന്ന് പറഞ്ഞ, സ്നേഹത്തോടുകൂടി കഴിയുന്ന മുഅ്മിനുകളെ അവരെ തമ്മിൽ അദാവത്ത്, ശത്രുത ഉണ്ടാക്കാൻ ശൈത്താൻ എപ്പോഴും പരിശ്രമിച്ചു കൊണ്ടിരിക്കും. മറ്റൊന്ന് പണ്ഡിതന്മാർ പറഞ്ഞു, ബഅസ ശൈത്താനു സറായാഹു ബൈനൻ നാസ്, അടുത്ത പണി അല്ലെങ്കിൽ അവന്റെ ഒരു മറ്റൊരു ജോലിയാണ് ഈ ഇബ്ലീസ്. ശൈത്താന്റെ നേതാവാണ് ഇബ്ലീസ്. അവന് കുറെ അനുയായികൾ ഉണ്ടാവും. ഈ അനുയായികളെ ആളുകൾക്കിടയിലേക്ക് അവൻ പറഞ്ഞയക്കും, ആളുകളെ കുഴപ്പത്തിലാക്കാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാം, ഇന്ന ഇബ്ലീസ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഇന്ന ഇബ്ലീസ യദഉ അർശഹു അലൽ മാ, ഇബ്ലീസ് അവന്റെ അർശ് അഥവാ അവന്റെ അധികാരത്തിന്റെ കട്ടിൽ
അത് വെള്ളത്തിന്റെ മുകളിലാണ്. മറ്റൊരു റിപ്പോർട്ടിൽ അലൽ ബഹർ, കടലിന്റെ മീതെയാണ്. അത് അള്ളാഹു അവന് കൊടുത്തൊരു കഴിവാണ്. പണ്ഡിതന്മാർ വിശദീകരിച്ചത് കാണാം. അവന്റെ ഒരു അധികാരത്തിന്റെ ഒരു കട്ടിൽ, അവന്റെ അർശ് എന്ന് പറഞ്ഞ അത് ബഹർ, കടലിന് മീതെയാണ്. അള്ളാഹു അതിനവനൊരു കഴിവ് കൊടുത്തു. എന്തിനു വേണ്ടിയാ? അള്ളാഹുവിന്റെ അർശും അലൽ മാഇന് മീതെ എന്നാണല്ലോ. അപ്പൊ അള്ളാഹുവിനെ പോലെയുള്ളത് അവനുമുണ്ട് എന്ന് വിചാരിച്ച് ആ ഇബ്ലീസ് വഞ്ചിതനാവാൻ വേണ്ടിയാ അള്ളാഹു അങ്ങനെ ഒരു കഴിവ് കൊടുക്കുകയാണ്. എന്നിട്ട് അവന്റെ ആ അർശിൽ, അധികാര പീഠത്തിൽ നിന്നുകൊണ്ട് അവന്റെ സൈന്യങ്ങളെ അവൻ വ്യത്യസ്ത ഭാഗങ്ങളിലേക്ക് അയക്കും. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഫഅദ്നാഹും മിൻഹു മൻസിലതൻ, പദവിയാൽ ഇബ്ലീസിനോട് അവരുടെ കൂട്ടത്തിൽ ഏറ്റവും അടുത്തവൻ, അഥവാ ഇബ്ലീസിനോടുള്ള പദവിയിൽ അവരുടെ കൂട്ടത്തിൽ അനുയായികൾ വെച്ച് ഏറ്റവും അടുത്തവൻ എന്ന് പറഞ്ഞാൽ അഅ്സമുഹും ഫിത്നതൻ, ഏറ്റവും നന്നായി ആളുകളെ വഴിപ്പിഴവിലാക്കുന്ന അവരുടെ കൂട്ടത്തിൽ വെച്ചുള്ള ഏറ്റവും വലിയവനാണ്. ധാരാളക്കണക്കിന് ആളുകളെ ദലാലത്തിലാക്കുന്നവൻ ആരാണോ അങ്ങനെയുള്ളവരാണ് ആ ഇബ്ലീസിന്റെ അനുയായികളിൽ അവനോട് പദവിയാൽ ഏറ്റവും അടുത്തവൻ. ജനങ്ങൾ എങ്ങനെ കുഴപ്പത്തിലാക്കണം, ദലാലത്തിലാക്കണം, അത് അവന്റെ ലക്ഷ്യം. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു കൊടുക്കുകയാണ്, യജീഉ അഹദുഹും ഫയഖൂൽ, അങ്ങനെ ഈ ഇബ്ലീസിന്റെ അനുയായികൾ അവർ ആളുകളെ കുഴപ്പത്തിലാക്കി അവന്റെ കൂട്ടത്തിൽപ്പെട്ട ഒരു അനുയായി വന്നിട്ട് ഇബ്ലീസിനോട് പറയും, ഫഅൽതു കദാ വകദാ, ഞാൻ ഇന്നതൊക്കെ ചെയ്തു, ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്തു, അഥവാ ഇന്ന ആളോട് കള്ളു കുടിക്കാൻ വേണ്ടി പറഞ്ഞു, മോഷ്ടിക്കാൻ വേണ്ടി പറഞ്ഞു, വ്യഭിചരിക്കാൻ വേണ്ടി പറഞ്ഞു എന്നിങ്ങനൊക്കെ പറഞ്ഞു എന്ന് നേതാവായ ഇബ്ലീസിനോട് പറയും. അപ്പൊ ഫയഖൂൽ, അത് കേൾക്കും ഇബ്ലീസ് പറയും, മാ സനഅത ശൈആ, നീ ചെയ്ത കാര്യം അത്ര വലിയ കാര്യമൊന്നല്ല, എടുത്തു പറയാൻ മാത്രം വലിയൊരു കാര്യമൊന്നല്ല, അവനോട് കള്ളുടിക്കാനും വ്യഭിചരിക്കാനും പറഞ്ഞിട്ടല്ലുള്ളൂ, അതത്ര വലിയ കാര്യമൊന്നല്ല എന്ന് ഇബ്ലീസ് അവനോട് പറയും. ഖാല, എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, സുമ്മ യജീഉ അഹദുഹും, എന്നിട്ട് ഇബ്ലീസിന്റെ അനുയായിൽപ്പെട്ട മറ്റൊരുത്തൻ വരും. അവൻ പറഞ്ഞിട്ട് പറയും, ഫയഖൂലു മാ തറക്തുഹു, ഞാൻ ഒരു മനുഷ്യനെ ഉപേക്ഷിച്ചിട്ടില്ല, ഹത്താ ഫറഖ്തു ബൈനഹു വബൈന ഇംറഅതി, അവന്റെയും അവന്റെ ഭാര്യയുടെയും ഇടയിൽ ഭിന്നിപ്പുണ്ടാക്കിയിട്ടല്ലാതെ, അതുവരെ ഞാൻ പരിശ്രമിച്ചു, അങ്ങനെ ഭാര്യയെയും ഭർത്താവിനെയും ഞാൻ തമ്മിൽ തല്ലിച്ചു, അവരെ ഇടയ്ക്കിടയിൽ ഫർക്കുണ്ടാക്കി, വസ്വാസുകളും പ്രശ്നങ്ങളും ഇട്ടുകൊണ്ട് അവരെ വേർപിരിപ്പിച്ചു എന്ന് ഒരു അനുയായി ഇബ്ലീസിനോട് പറയും. അപ്പൊ കാല, അപ്പൊ ഇബ്ലീസ് പറയും, അപ്പൊ അവന് സന്തോഷായി, ആളുകളെ തമ്മിൽ തെറ്റിച്ചല്ലോ. അപ്പൊ ഇബ്ലീസ് പറയും, ഇബ്ലീസിന്റെ നബി പറയാ, ഫയുദ്നീഹി മിൻഹു, അപ്പൊ ഈ ഇബ്ലീസ് ഇപ്പറഞ്ഞ ആളെ അവനിലേക്ക് ഇങ്ങോട്ട് അടുപ്പിക്കും, സന്തോഷം കൊണ്ട് ഇങ്ങോട്ട് അടുപ്പിക്കും. വയഖൂലു, എന്നിട്ട് പറയും, നിഅമ അൻത, നീ എത്ര വിശിഷ്ടനാണ്, നീ എത്ര നല്ല മനുഷ്യനാണ്. കാരണം എന്താ? അവന്റെ ലക്ഷ്യം പൂർത്തീകരിച്ചു, ഭാര്യയും ഭർത്താവിനെയും ആ തെറ്റിച്ചു, കുഴപ്പത്തിലാക്കി. മറ്റൊരു റിപ്പോർട്ടിലുള്ളത് ഫയൽതസിമുഹൂന, അഥവാ ശൈത്താൻ, ഇബ്ലീസ് ആ ഭാര്യയെയും ഭർത്താവിനെയും തമ്മിൽ തെറ്റിച്ച ശൈത്താൻ അവന്റെ അനുയായിയെ ആ തന്നിലേക്ക് ചേർത്തി വെച്ചുകൊണ്ട് ആലിംഗനം ചെയ്തു എന്നാണ്. അപ്പൊ ശൈത്താന്റെ പണി എന്താ? ഇബ്ലീസിന്റെ പണി ആളുകളെ തമ്മിൽ തെറ്റിക്കുക എന്നുള്ളതാണ്. ആളുകളെ തമ്മിൽ തെറ്റിച്ചപ്പോ അവനോട് അതിയായ സ്നേഹമാണ് അവൻ. അതാണ് ഇമാം നവവി റഹ്മഹുല്ലാഹ് പറയുന്നത്, ഫയംദഹൂന, ഈ ആളുകളെ തമ്മിൽ തെറ്റിച്ച അനുയായിയെ ഇബ്ലീസ് അങ്ങേയറ്റം പുകഴ്ത്താണ്. എന്താ കാരണം? ലിഇഅജാബിഹി ബിസുൻഇഹി, അവൻ ഈ ചെയ്ത പ്രവൃത്തി കൊണ്ട് അവൻ അത്ഭുതപ്പെടുത്തിയത് കൊണ്ടാണ്. വബുലൂഗിഹിൽ ഗായത്തല്ലത്തി അറാദഹാ, ഇബ്ലീസ് ഉദ്ദേശിച്ച ലക്ഷ്യം അത് അവൻ എത്തിച്ചത് കാരണത്താലാണ്. അതെന്താ? ആളുകളെ തെറ്റിക്കണം, ആളുകളെ തമ്മിൽ തെറ്റിക്കണം, ഇതാണ് അവന്റെ ഒരു ലക്ഷ്യം. അപ്പൊ ആ ലക്ഷ്യത്തിലേക്ക് നമ്മൾ പോയി പോകാൻ പാടില്ല. അവന്റെ കുതന്ത്രങ്ങളെ നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. മറ്റൊരു കാരണം പണ്ഡിതന്മാർ പറഞ്ഞത്, ആളുകൾക്കിടയിൽ ഭിന്നിപ്പും ശത്രുതയും വെറുപ്പും ഉണ്ടാകാനുള്ള വലിയൊരു കാരണമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ പഠിപ്പിച്ച കാര്യമാണ് അന്നമീമ, ഏഷണി എന്നുള്ള കാര്യം. അത് വലിയ ഗൗരവമുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെ ഗൗരവത്തിൽ തന്നെ പറഞ്ഞു, ഏഷണിക്കാരൻ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്ന് പറഞ്ഞു. അവന്റെ ആ തെറ്റിന് അവന് ശിക്ഷ അനുഭവിക്കുക തന്നെ ചെയ്യും, അള്ളാഹു അഫ്വ് ചെയ്തിട്ടില്ലെങ്കിൽ. എന്നിട്ട് അതിന്റെ ഗൗരവം പണ്ഡിതന്മാർ സൂചിപ്പിച്ചത് കാണാം. ഇമാം ഇബ്നു അബ്ദുൽ ബർ
ഇബ്നു അബ്ദുൽ ബർ റഹ്മഹുല്ലാഹ് അദ്ദേഹം ഏഷണിയുടെ അഥവാ ആളുകളെ തമ്മിൽ തല്ലിക്കാൻ വേണ്ടി പറയുന്ന ഏഷണി അതിന്റെ ഗൗരവത്തെ കുറിച്ച് പറയുന്നത് കാണാം. യുഫ്സിദുൻ നമ്മാമു വൽ കദ്ദാബ്, ഒരു ഏഷണിക്കാരനും കള്ളം പറയുന്നവനും അവൻ കുഴപ്പമുണ്ടാക്കും. ഫീ സഅ, മണിക്കൂറുകൾക്കുള്ളിൽ. മാലാ യുഫ്സിദു സാഹിറു ഫിസ്സന, ഒരു മാരണക്കാരൻ സിഹർ ചെയ്യുന്നവൻ ഒരു വർഷത്തിൽ ചെയ്യാത്ത പ്രശ്നങ്ങളൊക്കെ മണിക്കൂറുകൾക്കുള്ളിൽ ഏഷണിക്കാരനും വ്യാജൻ കദ്ദാബ് കളവ് പറയുന്നവനും ഉണ്ടാകുമെന്നാണ്. കാരണം വളരെ സ്നേഹത്തിൽ നടക്കുന്ന രണ്ടാളുകളെ തമ്മിൽ തെറ്റിക്കുക എന്ന് പറഞ്ഞ ഒരാൾ അതൊരു വാക്ക് മതി. ചിലപ്പോ ആ മനുഷ്യൻ, പല ആളുകളും അങ്ങനെയാണ്, ഒരാളോട് ദേഷ്യമുണ്ടായാൽ അല്ലെങ്കിൽ ആ വ്യക്തിയോട് ഏതെങ്കിലും നിലക്ക് വെറുപ്പുണ്ടായാൽ പിന്നെ അദ്ദേഹത്തെ കുറിച്ച് കാണുന്ന ആളുകളോടൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ്. അവൻ അങ്ങനെയാണ്, അവൻ ഇങ്ങനെയാണ്. ചിലപ്പോൾ ആ വ്യക്തി വേഗം സ്വീകരിക്കുകയും ചെയ്യും. കാരണം എന്താ, അവനോട് ആ പറയുന്ന വ്യക്തി അവനിലേക്ക് അടുപ്പമുള്ളവനാണെങ്കിൽ അല്ലെങ്കിൽ അവനെ സംബന്ധിച്ചിടത്തോളം വിശ്വാസതയുള്ളവനാണെങ്കിൽ ഉടനെ തന്നെ ആ മനുഷ്യൻ അത് സ്വീകരിക്കും. അങ്ങനെ അദ്ദേഹത്തിന് ഈ മനുഷ്യനോട് ഉള്ളിൽ വെറുപ്പ് വരികയാണ്. ഇതൊക്കെ ഒരു ശൈത്താന്റെ പണിയാണ്. അപ്പൊ സഹോദരന്മാരെ, നമ്മളിൽ സംഭവിച്ചു പോകുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. നമ്മൾ പരസ്പരം സ്നേഹിക്കേണ്ട മുഅ്മിനുകൾ അവന് ഇന്ന ആളോട് ദേഷ്യം അല്ലെ ഇന്ന ആളെ കുറിച്ച് മറ്റവരോട് കുറ്റം പറയുന്ന ഒരു അവസ്ഥയിലേക്ക് എത്താനുള്ള കാരണം എന്താ? യഥാർത്ഥ സ്നേഹം ഇല്ലാത്തത് കൊണ്ടാണ്. അത് ഇല്ലാതാക്കി തീർക്കാനാണ് ശൈത്താന്റെ പണി. അതുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കണം. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് പറഞ്ഞ ഈ കാരണങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. അതോടൊപ്പം തന്നെ ഇങ്ങനെ ഇല്ലാതിരിക്കാൻ, ശത്രുത ഇല്ലാതിരിക്കാൻ നമുക്ക് എന്താണ് ചെയ്യാൻ കഴിയുക? ഒരാളോട് ദേഷ്യമില്ലാതിരിക്കാൻ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? അതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹദീസിൽ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. വളരെ സ്നേഹത്തിൽ കഴിയുന്ന, സ്നേഹത്തോട് ജീവിക്കുന്ന മുഅ്മിനുകളായ നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരു നിമിഷം കൊണ്ട് നമ്മുടെ സുഹൃത്തിനോട് ദേഷ്യം വരാൻ, ഇഷ്ടക്കേടുണ്ടാവാനുള്ള കാരണങ്ങൾ പലതുമുണ്ട്. ആ കാരണങ്ങളിൽ നമ്മൾ വിട്ടുനിൽക്കണം. പണ്ഡിതന്മാർ പറഞ്ഞു, ഒന്നത് തിന്മകൾ ചെയ്യുക എന്നുള്ളതാണ്. സ്വാഭാവികമായിട്ടും നല്ലിണക്കത്തിൽ അള്ളാഹുവിന്റെ മാർഗത്തിൽ ഇഷ്ടപ്പെട്ട് ജീവിക്കുന്ന രണ്ടാളുകളെ സംബന്ധിച്ചിടത്തോളം ഒരുത്തൻ അവൻ തിന്മ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും അവരോടൊരു വെറുപ്പുണ്ടാവുകയാണ്. അതോടുകൂടി അവരോടുള്ള ബന്ധങ്ങൾ തകരുന്ന അവസ്ഥയിലേക്ക് എത്തുകയാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞല്ലോ, ഇമാം ബുഖാരി റഹ്മഹുല്ലാഹി അദബുൽ മുഫ്രദിൽ ഉദ്ധരിച്ച ഒരു ഹദീസിൽ കാണാം, മാ തവാദ്ദ സ്നാനി ഫില്ലാഹി അസ്സ വജല്ല ഔ ഫിൽ ഇസ്ലാം, രണ്ടാളുകൾ അള്ളാഹുവിന്റെ വിഷയത്തിൽ, ഇസ്ലാമിന്റെ വിഷയത്തിൽ അവർ നല്ല സ്നേഹമുള്ളവരാണ്. ആ സ്നേഹം പിന്നെ എങ്ങനെയാണ് ഇല്ലാതായി പോകുന്നത്? ഫയുഫർരിഖു ബൈനഹുമാ ഇല്ലാ ബിദംബിൻ യുഹ്ദിസുഹു അഹദുഹുമാ. അങ്ങനെ ആ സ്നേഹബന്ധം അവരെ വേർപ്പെടുത്തുന്നത് എന്താ കാരണം? അവരിൽ ഒരുവൻ ചെയ്യുന്ന പാപം കാരണത്താലാണ്. വലിയ തിന്മ ചെയ്യുമ്പോൾ നമുക്ക് അവനോട് വെറുപ്പുണ്ടാവുകയാണ്. ആ അന്ന് വരെ നമ്മൾ ഉത്തമമായി സ്നേഹിച്ച, നന്നായി ഇഷ്ടപ്പെട്ട ഒരു മനുഷ്യൻ അവൻ തിന്മ ചെയ്യുമ്പോ അവനോടൊരു വെറുപ്പുണ്ടാവുകയാണ്. അങ്ങനെ അവരോടുള്ള ബന്ധം അകലുന്നൊരവസ്ഥ വരികയാണ്. അത് നമ്മൾ സൂക്ഷിക്കണം. അപ്പൊ നമ്മൾ അള്ളാഹുവെ ഭയപ്പെട്ടുകൊണ്ട് തിന്മകൾ ഇല്ലാതെ, തിന്മകൾ സംഭവിക്കാതെ ഇഷ്ടപ്പെട്ട് ജീവിക്കുന്നവരാകണം. അതുകൊണ്ടാണ് സലഫുകൾ പറഞ്ഞത്, ഇമാം മുസ്നി റഹ്മഹുല്ലാ അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട്. അദ്ദേഹം പറഞ്ഞു, ഇദാ വജദ്ത മിൻ ഇഖ്വാനിക ജഫാഅ, നിന്റെ സഹോദരന്മാരിൽ നിന്ന് ഒരു പിണക്കം നീ മനസ്സിലാക്കിയാൽ, നന്നായി നമ്മൾ ഇഷ്ടപ്പെട്ടു പോകുന്ന സഹോദരന്മാരാണ്, അവരിൽ നിന്നും ഒരു പിണക്കം അവരെ ഒരു പിണക്കമുണ്ട് നിന്നോട് എന്ന് നിനക്ക് മനസ്സിലായാൽ ഫതുബിലല്ലാഹ്, നീ അള്ളാഹുവോട് തൗബ ചെയ്യണമെന്നാണ്. കാരണം എന്താ? നിന്നോടവർ പിണങ്ങാൻ ഒരു കാരണമുണ്ടായേക്കാം. അതെന്താ? ഫഇന്നക അഹ്തസ്ത ദംബ, തീർച്ചയായും ഇങ്ങനെ ഒരു പാപം ചെയ്തിട്ടുണ്ട്, നീ ആ തെറ്റ് ചെയ്തത് കൊണ്ട് അവർക്ക് നിന്നോട് അടുക്കാൻ കഴിയാത്തത്. അതുകൊണ്ട് നീ അള്ളാഹുവിലേക്ക് തൗബ ചെയ്യണം എന്ന് ഇമാം മുസ്നി റഹ്മഹുല്ലാ പറയുകയാണ്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, വഇദാ വജദ്ത മിൻഹും സിയാദത വുദ്ദിൻ, ഇനി നിന്റെ സുഹൃത്തുക്കളിൽ നിന്ന്, നിന്റെ സഹോദരന്മാരിൽ നിന്ന് അങ്ങേയറ്റത്തെ സ്നേഹമാണ്, ഇങ്ങനെ വർദ്ധിച്ചു വരുന്ന സ്നേഹമാണ് നിനക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നതെങ്കിൽ ഫദാലിക ലിതഅത്തിൻ അഹ്ദസ്തഹാ, അതെന്ത് കാരണത്താലാ? നീ ചെയ്ത, അള്ളാഹുവിനനുസരിച്ച് ചെയ്ത
അമലിന്റെ കാരണത്താലാണ്. അവർ നിന്നെ ഇഷ്ടപ്പെടുന്നു, ധാരാളം നിന്നോട് സ്നേഹം കാണിക്കുന്നു. അതുകൊണ്ട് ഫസ്കുരില്ലാഹ്, നീ അള്ളാഹുവിനോട് ശുക്ർ കാണിക്കുക. അപ്പൊ സഹോദരന്മാരെ, ആ പറഞ്ഞത് നമുക്ക് എല്ലാ നല്ല സ്വാലിഹായ ദീനുള്ള അള്ളാഹുവിന്റെ മാർഗത്തിൽ ഇഷ്ടപ്പെടുന്ന സഹോദരന്മാർ അല്ലെങ്കിൽ കൂട്ടുകാരന്മാർ അവരാണ്. അവരെ കുറിച്ചാണ് ഇമാം മുസ്നി റഹ്മഹുല്ല പറയുന്നത്. യഥാർത്ഥ ഒരു കൂട്ടുകാരൻ നിന്നോട് അകലാൻ, നിന്നിൽ എന്തെങ്കിലും ഒരു പിണക്കമുണ്ടെങ്കിൽ അത് നീ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്തത് കൊണ്ടാവാം. അതുകൊണ്ട് നീ അള്ളാഹുവോട് തൗബ ചെയ്യണം. ഇനി ധാരാളമായി അവർ നിന്നെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അതിനും കാരണമുണ്ടായേക്കാം. നീ അള്ളാഹുയെ ധാരാളമായി അനുസരിക്കുന്ന ഒരു വ്യക്തിയാണ്, അതുകൊണ്ടാണ് അവർ നിന്നെ ഇഷ്ടപ്പെടുന്നത്. അപ്പൊ ഈ നിലക്കുള്ള സ്നേഹം നമ്മൾ നിലനിർത്തണം. അതിനെ ഇല്ലാതാക്കുന്ന തിന്മകൾ നമ്മളിൽ വരുന്നതിനെ നമ്മൾ സൂക്ഷിക്കണം. അതേപോലെ തന്നെ പണ്ഡിതന്മാർ പറഞ്ഞു, വെറുപ്പില്ലാതിരിക്കാൻ ഒരു കാരണം തിന്മയെ നന്മ കൊണ്ട് എതിർക്കുക എന്നുള്ളതാണ്, നേരിടുക എന്നുള്ളതാണ്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വലാ തസ്തവിൽ ഹസനതു വലസ്സയ്യിഅ, നന്മയും തിന്മയും അതൊരിക്കലും സെയിമാവുകയില്ല. എന്നിട്ട് അല്ലാഹു പറഞ്ഞു, ഇദ്ഫഅ ബില്ലത്തി ഹിയ അഹ്സൻ, ഏറ്റവും നല്ലത് കൊണ്ട് നീ പ്രതിരോധിക്കുക. ഫഇദല്ലദീ ബൈനക വബൈനഹു അദാവഹ കഅന്നഹു വലിയ്യുൻ ഹമീം, അങ്ങനെ ചെയ്താ നിനക്കും അവനുമിടയിലുള്ള ശത്രുത ഉറ്റ ബന്ധുവിനെ പോലെ ആയിത്തീരും. അതെന്താ? കാരണം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, നമ്മുടെ ഉറ്റ ആളുകളായിരിക്കും അല്ലെങ്കിൽ ബന്ധക്കാരായിരിക്കും. എന്തെങ്കിലുമൊക്കെ സംഭവിച്ചാൽ, അല്ലെങ്കിൽ അവർ നിന്നോട് അക്രമം കാണിച്ചാൽ, നീ അത് ക്ഷമിച്ചാൽ, അല്ലെങ്കിൽ ഇഹ്സാനോടുകൂടി നീ അവരോട് പെരുമാറിയാൽ, അതുകൊണ്ട് ചിലപ്പോ അത് അവനും മനസ്സിലാക്കുകയും അതിൽ നിന്ന് പിന്മാറുകയും നിങ്ങൾക്കിടയിലുള്ള ബന്ധങ്ങൾ, ഇണക്കങ്ങൾ കൂടുകയും ചെയ്യും. നേരെ മറിച്ച് നമ്മൾ അങ്ങോട്ടും മോശമായി പെരുമാറിയാൽ അത് ചിത്രത കൂടിക്കൊണ്ടേയിരിക്കുകയുള്ളൂ. മഹാനായ അല്ലാമ സഅദി റഹ്മഹുല്ലാ ഈ ആയത്തിന്റെ തഫ്സീർ അദ്ദേഹം വളരെ മനോഹരമായി വിശദീകരിച്ചത് കാണാം. അഥവാ ഏറ്റവും നല്ലത് കൊണ്ട് നീ തിന്മയെ പ്രതിരോധിക്കുക എന്ന് പറഞ്ഞാൽ, ഫഇദാ അസാഅ ഇലൈക മുസീഉൻ, ഒരു ഉപദ്രവകാരി നിന്നിലേക്ക് ഒരു ഉപദ്രവം ചെയ്തു, മിനൽ ഖൽഖ്, സൃഷ്ടികളിൽ നിന്നുള്ള ഒരു ഉപദ്രവകാരി നിന്നോട് ഉപദ്രവം കാണിച്ചു, ഖുസൂസൻ, പ്രത്യേകിച്ച് ഈ കാണിക്കുന്ന ആൾ മൻ ലഹു ഹഖ്ഖുൻ കബീറുൻ അലൈക, അവനോട് നിന്റെ മേൽ വലിയ കടപ്പാടുകൾ ഉള്ളവരായിരിക്കും. ഇതുപോലെ കല്ലഖാരിബ്, നിന്നോട് അക്രമം കാണിക്കുന്ന വ്യക്തി ബന്ധക്കാരിൽ കുടുംബക്കാരിൽ പെട്ടവനായിരിക്കാം, വല്ലസ്ഹാബ്, നിന്റെ ഇഷ്ടപ്പെട്ട കൂട്ടുകാരന്മാരിൽ പെട്ടവനായിരിക്കാം, വനഹ്വിഹിം, അതേപോലുള്ള ആളുകളായിരിക്കാം നിന്നോട് ഒരു പക്ഷെ ഉപദ്രവം കാണിക്കുന്നത്. ഇസാഅതൻ ബിൽ ഖൗലി ഔ ബിൽ ഫിഅലി, അങ്ങനെയുള്ള ഒരാൾ നിന്നോട് വാക്ക് കൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ഒരു മോശം ചെയ്താൽ, ഒരു പ്രവൃത്തി ചെയ്താൽ, നിന്നെ ഉപദ്രവിച്ചാൽ, ഫഖാബിൽഹു, നീ അവനെ അഭിമുഖീകരിക്കേണ്ടത് ബി ഇഹ്സാനി ഇലൈഹി, നീ അതിന് കൊടുക്കേണ്ട മറുപടി അവനോട് ഇഹ്സാൻ കാണിക്കലാണ്. അതെങ്ങനെ? അദ്ദേഹം പറയാണ്, ഫഇൻ ഖതഅക, അവൻ അറിവില്ലാതെ നിന്നോട് ബന്ധം മുറിച്ചാൽ, ഫസിൽഹു, നീ തിരിച്ചങ്ങനല്ല ചെയ്യണം, മറിച്ച് അവനോട് ഈ ബന്ധം ചേർക്കണം. വഇൻ സലമക, ഇനി അവൻ നിന്നോട് അക്രമം കാണിച്ചു നോക്കുക, അപ്പൊ നീ എന്ത് ചെയ്യണം? വഅഫു അൻ, നീ ഒന്ന് വിട്ടുവീഴ്ച ചെയ്യണം. വഇൻ തകല്ലമ ഫീക, ഇനി നിന്നെ കുറിച്ച് അരുതാത്തത് അല്ലെങ്കിൽ നിന്നെ മുറിപ്പെടുത്തുന്ന വല്ല സംസാരവും അവൻ സംസാരിച്ചു, ഗായിബൻ ഔ ഹാദിറ, നീ തന്നെ അവന്റെ സന്നിധിയിൽ ഇല്ലാത്ത അവസ്ഥയിലായാലും ശരി ഉള്ളപ്പോയാലും ശരി, അവൻ അങ്ങനെ എന്തെങ്കിലും ഒരു മുറിപ്പെടുത്തുന്ന സംസാരം സംസാരിച്ചാൽ, ഫലാ തുഖാബിൽഹു, അവനോട് അതേ രീതിയിൽ നീ അഭിമുഖീകരിക്കരുത്, മറിച്ച് ബൽ ഉഅഫു അൻഹു, അവന് നീ വിട്ടുവീഴ്ച നൽകണം. വആമിൽഹു ബിൽ ഖൗലിൽ ലയ്യിൻ, ബിൽ ഖൗലിൽ ലീൻ, ലോലമായ മൃദുലമായ സൗമ്യമായ വാക്ക് കൊണ്ട് നീ അവനോട് പെരുമാറണം. ഇനി വഇൻ ഹജറക, ചില ആളുകൾ നിന്നെ വെടിഞ്ഞു നിൽക്കാം, മിണ്ടുന്നില്ല, നിന്നോട് വെടിഞ്ഞാൽ, വതറക ഖിതാബക, നിന്നെ കാണുമ്പോൾ അഭിമുഖീകരിക്കുക പോലും ചെയ്യുന്നില്ല, തിരിഞ്ഞു പോവുകയാ, അങ്ങനെയൊക്കെ ചെയ്താൽ, ഫതയ്യിബ് ലഹുൽ കലാം, നീ അവനോട് നിന്റെ കലാം നന്നാക്കിക്കോ, സംസാരം നന്നാക്കിക്കോ. വബ്ദുൽ ലഹുസ് സലാം, നീ അവനോട് സലാം പറഞ്ഞോ. ഫഇദാ ഖാബൽതൽ ഇസാഅത ബിൽ ഇഹ്സാൻ, ഇങ്ങനെ തിന്മകളെ ഇഹ്സാനോടുകൂടി നീ അഭിമുഖീകരിച്ചാൽ, ഹസല ഫായിദത്തുൻ അസീമ, അതോടുകൂടി വലിയ നേട്ടമാണ് അതുകൊണ്ടുണ്ടാവുക. അപ്പൊ ഈ നിലയ്ക്ക് നമ്മൾ പെരുമാറിയാൽ, പല വിഷയങ്ങളും ആരെങ്കിലും ചെയ്താൽ അത് ബന്ധം തകരാതെ
അത് കൂടുതൽ അടുപ്പിക്കാൻ ഉപകാരമായേക്കാം. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആയത്തിലൂടെ സൂചിപ്പിച്ചിട്ടുള്ളത്. അതേപോലെ തന്നെ പരസ്പര ബന്ധങ്ങൾ നിലനിർത്താനുള്ള വലിയൊരു കാരണമായി ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, രണ്ട് നിലക്കന്നെ നമ്മൾ പ്രതിരോധിക്കേണ്ട വ്യക്തികൾ ചിലപ്പോൾ രണ്ട് നിലക്കായിരിക്കും. അഥവാ നമ്മളോട് തിന്മ കാണിക്കുന്നവൻ, ഇബ്നുൽ ഖയ്യിം റഹ്മഹുല്ല പറഞ്ഞതുപോലെ വലമ്മാ കാന ശൈത്താനു അലാ നൗഐൻ, ഇബ്നുൽ ഖയ്യിം റഹ്മഹുല്ല സാദുൽ മആദിൽ പറഞ്ഞു, ശൈത്താൻ രണ്ട് നിലക്കാവും. രണ്ട് നിലക്കാകുമ്പോ എങ്ങനെ? നൗഐൻ യുറാ അയാനൻ, ചിലപ്പോ നമ്മളെ ഉപദ്രവം കാണിക്കുന്നവൻ നമ്മെ കണ്ണുകൊണ്ട് കാണുന്നവനായിരിക്കും. അഥവാ അതാരാ? വഹുവ ശൈത്താനുൽ ഇൻസ്, മനുഷ്യവർഗത്തിൽപ്പെട്ട ശൈത്താന്മാരുണ്ടാവും. വനൗഇൻ ലാ യുറാ, കാണപ്പെടാത്തവരുണ്ടാവും. വഹുവ ശൈത്താനുൽ ജിൻ, ഇങ്ങനൊക്കെ ഉണ്ടാവും. അപ്പൊ ഇബ്നുൽ ഖയ്യിം റഹ്മഹുല്ലാഹ് വിശദീകരിച്ചിട്ട് പറയാണ്, വലിസ്തിആദത്തു ഫിൽ ഖിറാഅത്തി വസ്സിക്രി, ദിക്ർ ചെയ്യുമ്പോഴും ഖിറാഅത്ത് ഖുർആൻ പാരായണം ചെയ്യുമ്പോഴും അല്ലാഹുവോട് ഇസ്തിആദത്ത് തേടുക എന്നുള്ളത് അബ്ലഗു ഫീ ദഫ്ഇ ശർരി ശയാത്തീനിൽ ജിൻ, ജിന്നുവർഗത്തിൽപ്പെട്ട ശൈത്താന്മാരുടെ ശർറിനെ തടയാൻ ഏറ്റവും ഉചിതമാണ്. ജിന്നുവർഗത്തിൽപ്പെട്ട ശൈത്താന്മാരുടെ ഉപദ്രവം നമുക്ക് തടയണമെങ്കിൽ അത് ഏറ്റവും ഉപകാരം എന്താ? ഇസ്തിആദത്ത് ചെയ്യുക എന്നുള്ളതാണ്. എന്നിട്ട് ഇബ്നുൽ ഖയ്യിം റഹ്മഹുല്ലാഹ് പറഞ്ഞു, വൽ അഫ്വു വൽ ഇഅറാദു വദ്ദഫു ബിൽ ഇഹ്സാൻ, വിട്ടുവീഴ്ച ചെയ്യുക, പിന്തിരിഞ്ഞു കളയുക, ഏറ്റവും നല്ലതുകൊണ്ട് പ്രതിരോധിക്കുക എന്നുള്ളതാണ് അബ്ലഗു ഫീ ദഫ്ഇ ശർരി ശയാത്തീനിൽ ഇൻസ്. മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ ശൈത്താന്റെ പണിയെടുക്കുന്ന ആളുകൾ ഉണ്ടാവും, ചിലപ്പോ ശൈത്താന്റെ കളി കളിക്കുന്ന ശൈലിയുള്ള ആളുകൾ ഉണ്ടാവും. അവരുടെ ശർറ് തടയാൻ വിട്ടുവീഴ്ച, ഏറ്റവും നല്ലതുകൊണ്ട് പ്രതിരോധിക്കുക, പിന്തിരിഞ്ഞു കളയുക, ഇതൊക്കെയാണ് അതിന്റെ ഏറ്റവും നല്ല മാർഗം എന്ന് ഇബ്നുൽ ഖയ്യിം റഹ്മഹുല്ലാഹ് പറയുകയാണ്. അതുകൊണ്ടാണ് അദ്ദേഹം ഒരു കവിത പറഞ്ഞു, ഫമാ ഹുവ ഇല്ല ലിസ്തിആദത്തു ദാരിഅ അബിദ്ദഫു ബിൽ ഹുസ്നാ ഹുമാ ഖൈറു മത്ലൂബിൻ ഫഹാദാ ദവാഉ ദാഇ മിൻ ശർരി മാ യുറാ വദാക ദവാഉ ദാഇ മിൻ ശർരി മഹ്ജൂബിൻ. ഇബ്നുൽ ഖയ്യിം റഹ്മഹുല്ലാഹ് പറഞ്ഞൊരു വരിയാണ്, വളരെ അർത്ഥവത്തായ വരിയാണ്. എന്താ അദ്ദേഹം പറഞ്ഞത്? ഫമാ ഹുവ ഇല്ല ലിസ്തിആദത്തു ദാരിഅ, അവന് താഴ്മയോടുകൂടി അള്ളാഹുവിലേക്ക് വിനയം കാണിച്ചുകൊണ്ട് അള്ളാഹുവോട് അഭയം പ്രാപിക്കുക എന്നുള്ളതല്ലാതെ അവനില്ല. ഒന്നത് അതെന്തിനാ? ശൈത്താനിൽ നിന്ന് രക്ഷപ്പെടാനാണ്. അബിദ്ദഫു ബിൽ ഹുസ്ന, അല്ലെങ്കിൽ ഏറ്റവും നല്ലതുകൊണ്ട് പ്രതിരോധിക്കുക. ഹുമാ ഖൈറു മത്ലൂബിൻ, ഈ രണ്ട് കാര്യങ്ങളും, അള്ളാഹുവിലേക്ക് ഇസ്തിആദത്ത് ചെയ്യുക എന്നുള്ളതും ഏറ്റവും നല്ലതുകൊണ്ട് പ്രതിരോധിക്കുക എന്നുള്ളതും അത് ആവശ്യപ്പെടുന്ന ഖൈറാണ്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഫഹാദാ ദവാഉ ദാഇ മിൻ ശർരി മാ യുറാ, ഇതാകുന്നു കാണപ്പെടുന്നവന്റെ ശർറിൽ നിന്നും അവന്റെ ശർറിന്റെ എന്ന രോഗത്തിന്റെ ഒരു മരുന്ന് അതാകുന്നു. കാണപ്പെടുന്ന എന്ന് പറഞ്ഞ ഏതാ? മനുഷ്യൻ. കാണപ്പെടുന്ന ശൈത്താൻ എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ ശർറ്, അവന്റെ ശർറിൽ നിന്നും അവന്റെ രോഗത്തിൽ നിന്നുള്ള ഒരു മരുന്നാണത്. വദാക ദവാഉ ദാഇ മിൻ ശർരി മഹ്ജൂബിൻ, മറയിടപ്പെട്ടവന്റെ ശർറിൽ നിന്നുള്ള രോഗത്തിന്റെ മരുന്നാകുന്നു അത് എന്ന് പറഞ്ഞാൽ മറയിടപ്പെട്ടവനാരാ? ശൈത്താൻ. ആ ശൈത്താനിൽ നിന്നുള്ള ശർറിനെ തടുക്കാനുള്ള മരുന്ന് അതേതാ? അൽ ഇസ്തിആദ എന്ന് ഇബ്നുൽ ഖയ്യിം റഹ്മഹുല്ലാഹ് വിശദീകരിച്ചത്. അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, ബന്ധങ്ങൾ ഇണക്കങ്ങൾ ഉണ്ടാവാൻ പരസ്പരം സമ്മാനങ്ങൾ ഹദിയ കൊടുക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹദീസിൽ പറഞ്ഞ കാര്യമാണ്, തഹാദൗ, നിങ്ങൾ പരസ്പരം ഹദിയകളൊക്കെ കൊടുക്കുക, സമ്മാനങ്ങൾ കൊടുക്കുക. അതൊക്കെ പരസ്പരം ഇണക്കങ്ങളും സ്നേഹങ്ങളും വർദ്ധിപ്പിക്കാനുള്ള കാര്യമാണ്. അപ്പൊ സഹോദരന്മാരെ, ഇങ്ങനെ ധാരാളം കാര്യങ്ങൾ പണ്ഡിതന്മാർ പഠിപ്പിച്ചിട്ടുണ്ട്. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ അതോടൊപ്പം തന്നെ ശത്രുത ഉണ്ടാക്കുന്ന കാരണങ്ങളെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുമ്പോൾ അതിൽ നിന്നൊക്കെ നമുക്ക് വിട്ടുനിന്ന് പരസ്പരം ശത്രുതയില്ലാതെ, മനസ്സിൽ വെറുപ്പില്ലാതെ മുന്നോട്ട് ജീവിക്കാൻ കഴിയും. അങ്ങനെ നമ്മൾ പരിശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അൽഹംദുലില്ലാഹ്, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പവിത്രമാക്കിയ ഒരു മാസമായ റജബിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഈ റജബിൽ നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ ധാരാളക്കണക്കിന് ബിദ്അത്തുകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ കെട്ടിച്ചമച്ചുണ്ടാക്കിയ ഹദീസുകൾക്ക് അടിസ്ഥാനത്തിൽ പല കർമ്മങ്ങളും ചെയ്യുന്ന ആളുകളുണ്ട്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, റജബ് മാസത്തിലായിക്കൊണ്ട് പ്രത്യേകമായി
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നോമ്പോ അതല്ലെങ്കിൽ രാത്രി നമസ്കാരമോ, പ്രത്യേകിച്ചൊരു റജബിലുള്ള രാത്രി നമസ്കാരം, ഇതൊന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹീഹായ ഹദീസിലൂടെ പഠിപ്പിച്ചതായി സ്ഥിരപ്പെട്ടു വന്നിട്ടില്ല. മഹാനായ ശാഫിഈ പണ്ഡിതനായ ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹ്മഹുല്ലാഹ് അദ്ദേഹം വിശദീകരിച്ചത് കാണാം, ലം യരിദ് ഫീ ഫദ്ലി ശഹ്രി റജബ്, റജബ് മാസത്തിന്റെ ഫദ്ല് പറയുന്ന വിഷയത്തിൽ വന്നിട്ടില്ല. വലാ ഫീ സിയാമിഹി, റജബ് മാസത്തിലുള്ള നോമ്പിനെ പറ്റിയുള്ള വിഷയത്തിലും വന്നിട്ടില്ല. വലാ സിയാമി ശൈഇൻ മിൻഹു മുഅയ്യനിൻ, ആ റജബ് മാസത്തിൽ തന്നെ ഒരു നിർണിതമായ ഒരു നോമ്പിനെ കുറിച്ചോ വന്നിട്ടില്ല. വലാ ഫീ ഖിയാമി ലൈലത്തിൻ മഖ്സൂസത്തിൻ ഫീഹ്, അതേപോലെ തന്നെ റജബ് മാസത്തിൽ പ്രത്യേകമാക്കപ്പെട്ട ഏതെങ്കിലും രാത്രിയിൽ നിന്ന് നമസ്കരിക്കുക എന്നുള്ളതിനെ കുറിച്ചും ഒരു ഹദീസും വന്നിട്ടില്ല. യസ്ലഹു ലിൽ ഹുജ്ജ, തെളിവ് പിടിക്കാൻ പറ്റുന്ന, തെളിവിന് കൊള്ളുന്ന ഒരു ഹദീസും സ്ഥിരപ്പെട്ടു വന്നിട്ടില്ല എന്ന് മഹാനായ ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹ്മഹുല്ലാഹ് പറയുന്നുണ്ട്. ചില ആളുകൾ 27-നൊക്കെ പ്രത്യേക നമസ്കാരങ്ങളൊക്കെ നമ്മുടെ നാട്ടിൽ ആളുകൾ ചെയ്യാറുണ്ട്. ഇബ്നു ഉസൈമീൻ റഹ്മഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞത് കാണാം, സിയാമുൽ യൗമി സാബിൽ 20, ചില ആൾ 27 നോമ്പെടുക്കും. അങ്ങനെ 27 നോമ്പെടുക്കുക മിൻ റജബ് മാസത്തിൽ. അങ്ങനെ വഖിയാമു ലൈലത്തിഹി, ആ രാത്രിയിൽ നമസ്കരിക്കുക, വതഖ്സീസുഹു ദാലിക്, അത് അന്നേക്ക് പ്രത്യേകമാക്കി, അതായത് പ്രത്യേകമാണ് എന്ന നിലയ്ക്ക് അന്ന് നമസ്കരിക്കുക, നോമ്പനുഷ്ഠിക്കുക എന്നുള്ളത് അത് ബിദ്അത്താണ്, അത് പാടില്ലാത്ത കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കാത്ത കാര്യമാണ്. നമ്മുടെ നാട്ടിൽ റജബ് മാസമായ പല ബിദ്അത്തുകളും ഉണ്ട്. അപ്പൊ നമ്മളത് അതോടുകൂടി മനസ്സിലാക്കി വെക്കണം. ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മഹുല്ലാഹ് പറഞ്ഞു, വ അമ്മാ സൗമു റജബ്, റജബ് മാസത്തിലുള്ള നോമ്പ്, ബിഖുസൂസിഹി, ആ മാസത്തിൽ പ്രത്യേകമായിട്ട് ചെയ്യുന്ന ഒരു നോമ്പ്, ഫഅഹാദീസുഹു കുല്ലുഹാ ദഈഫ, ആ വിഷയത്തിൽ വന്ന ഹദീസുകളൊക്കെ ദുർബലമാണ്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, അദ്ദേഹത്തിന്റെ ശിഷ്യനായ ഇബ്നുൽ ഖയ്യിം റഹ്മഹുല്ലാഹ് പറഞ്ഞത് കാണാം, കുല്ലു ഹദീസിൻ ഫീ ദിക്രി സിയാമി റജബ്, റജബ് മാസത്തിൽ പ്രത്യേകമാക്കിക്കൊണ്ടുള്ള നോമ്പിനെ കുറിച്ച് വന്നിട്ടുള്ള എല്ലാ ഹദീസുകളും, വസലാത്തി ബഅദിൽ ലയാലി ഫീഹ്, റജബ് മാസത്തിലെ പ്രത്യേക ദിവസങ്ങളിൽ പ്രത്യേകമായുള്ള നമസ്കാരത്തെ കുറിച്ച് വന്നിട്ടുള്ള ഹദീസുകളൊക്കെ ഫഹുവ കദിബുൻ മുഫ്തറാ, ഒക്കെ കെട്ടിച്ചമക്കപ്പെട്ട വ്യാജമായ ഹദീസുകളാണ്. അതുകൊണ്ട് ഒരു മുഅ്മിൻ ഒരിക്കലും അമലി ചെയ്യാൻ പറ്റുകയില്ല. ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മഹുല്ലാഹ് പറയുന്നത് കാണാം, ലാ യഅ്തമിദു അഹ്ലുൽ ഇൽമി ബൽ മഅദൂഅൻ, അദ്ദേഹം പറഞ്ഞത് കെട്ടിച്ചമച്ചതാണ് പലതും. ലാ യഅ്തമിദു അഹ്ലുൽ ഇൽമി അലാ ശൈഇൻ മിൻഹാ, അതിലൊന്നും, ആ കെട്ടിച്ചമച്ചതിന്റെ മേലൊന്നും ഒരു അഹ്ലുൽ ഇൽമിന്റെ ആളുകളും അവലംബമാക്കിയിട്ടില്ല. അതുകൊണ്ട് നമുക്കും അതിൽ യാതൊരു മാതൃകയില്ല. അപ്പൊ ആ ബിദ്അത്തുകളെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നാട്ടിൽ നടക്കുന്ന ബിദ്അത്തുകളാണ്, നമ്മൾ അറിയുന്ന ആളുകൾക്ക് മനസ്സിലാക്കി കൊടുക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹക്കിന്റെ ആളുകളായി മരിക്കാനും ഹക്കിൽ അടിയുറച്ച് ജീവിക്കാനുമുള്ള തൗഫീക്ക് നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. അറിയാം, നമ്മുടെ നാട്ടിൽ പല നാടുകൾ, ഡൽഹിയിലൊക്കെ പല സ്ഥലങ്ങളിലും അക്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ മുമ്പ് സൂചിപ്പിച്ചതുപോലെ ഈ സന്ദർഭത്തിൽ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ അമലുകൾ ശരിയാക്കുകയും അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട ആളുകളായി ജീവിക്കുകയും അള്ളാഹുവോട് ദുആ ചെയ്യുകയും ചെയ്യുക. അള്ളാഹുവിന്റെ സഹായം നമുക്കുണ്ടാവും എന്നുള്ളത് ഉറപ്പാണ്. ആ നിലക്ക് നമ്മൾ മുന്നോട്ട് പോവുക. അമലുകൾ എപ്പോഴും ശരിയാക്കണം. ദുനിയാവിന് വേണ്ടി പരിശ്രമിച്ച് തിന്മകളിലൂടെ പരിശ്രമിച്ചിട്ട് കാര്യമില്ല. നമ്മുടെ അമലുകൾ ശരിയാക്കി അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട ആളുകളായി ജീവിച്ചാൽ അള്ളാഹുവിന്റെ സഹായം നമുക്ക് ഉറപ്പായിട്ടും ഉണ്ടാവും. നമ്മളതിൽ നിരാശപ്പെടേണ്ട ആവശ്യമില്ല. اللهم اغفر للمسلمين والمسلمات والمؤمنين والمؤمنات الأحياء منهم والأموات إنك سميع قريب مجيب الدعوات. اللهم أغثنا اللهم أغثنا اللهم أغثنا اللهم إنا نستغفرك إنك كنت غفارا. اللهم أنت الغني ونحن الفقراء وانصرنا على القوم الكافرين. ربنا لا تجعلنا فتنة للقوم الظالمين ونجنا برحمتك من القوم الكافرين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وصلى الله على نبينا محمد وآله وصحبه